ഹായ് ഫ്രണ്ട്സ്, മൂൺ വാക്ക് ആൻഡ് ഈറ്റിംഗ് ക്ലബ് കടപ്പനയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്ന് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കം വെജിറ്റബിൾ സൂപ്പിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുന്നു. തുടർന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് ഒനിയൻ, അല്പം ക്യാരറ്റ് ചെറുതാക്കിയത്, പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത്, തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, വെണ്ടയ്ക്കായ, ഇത് ബീൻസ് ചെറുതായി അരിഞ്ഞത്, വള്ളിപ്പയർ ചെറുതായി അരിഞ്ഞത്, അല്പം ഇഞ്ചി അരിഞ്ഞത്, അല്പം വെളുത്തുള്ളി അരിഞ്ഞത്, അല്പം യാതിപത്രി, തുടർന്ന് ഏതാനും കുരുമുളക്, അല്പം കൊത്തമല്ലി, ഉണങ്ങിയ ഏലക്ക 2-3 3-4 ഗ്രാമ്പു ഉണങ്ങിയത്, തുടർന്ന് ഒരു 2 വറ്റൽമുളക്, അല്പം ജീരകം, അല്പം കുരുമുളക് പൊടി പാകത്തിന്, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുക. ഒരു മനോഹരമായ സുഗന്ധം ഇതിൽ നിന്നും വരുന്നുണ്ട്. ഇതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ വിത്ത് ബോൺ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരിക്കൽ കൂടി ഇളക്കുക. ഏതാണ്ട് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ അല്പം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പാകത്തിന് ഉപ്പ്. ഇത് നമ്മൾ ഏതാനും മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് ഇളക്കുന്നു. ഒന്ന് ജോയിന്റായി, അതായത് ഒന്ന് ചേർന്നു എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം, അധികം ചൂടുവെള്ളം നിർബന്ധമില്ല, തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എത്ര പേർക്ക് വേണ്ട സൂപ്പാണോ അഥവാ എത്ര കപ്പ് സൂപ്പ് വേണോ അതിന് ആനുപാതികമായ രീതിയിലാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. അതിന് ആനുപാതികമായിട്ടുള്ള തോതിൽ നമ്മൾ വെള്ളവും ചേർക്കുന്നു. അപ്പോൾ സൂപ്പിന്റെ 1ാം ഘട്ടം റെഡിയാവുന്നു. കുക്കർ സൂപ്പ്. ഇത് നമുക്ക് അടപ്പ് ഇട്ട് അടച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴ് ഏതാണ്ട് 7 വിസിലോട് വടിച്ചു കഴിഞ്ഞു.
വീണ്ടും അത് ഏതാണ്ട് അതിന്റെ ആവി ഒന്ന് കുറയത്തക്ക രീതിയിൽ കാത്തിരുന്നു. ഇനി നമുക്ക് പതുക്കെ ഇതിനെ തുറന്നെടുക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഫ്ലേവർ ആണുള്ളത്. ഒന്ന് ഇളക്കുന്നു. ഇനി നമുക്ക് താമസിപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എടുക്കാം. ചെറു ചൂടോട് തന്നെ കഴിക്കുന്നതായിരിക്കും. വാ വാ വാ, ഞാനിവിടെ നോക്കാം. ഞാനിവിടെ എടുത്തിട്ട് നമുക്ക് നോക്കാം. രണ്ടുപേരും ഒന്നിച്ച് നോക്കാം. അതല്ലേ നല്ലത്. നോക്കുക, ടേസ്റ്റ് കണ്ട് നോക്കുക. സൂപ്പർ. എല്ലാ ഇൻഗ്രീഡിയൻസും ഓക്കെ, അടിപൊളി. ഫ്രണ്ട്സ്, നിങ്ങൾക്കും വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് അത്താഴത്തിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡിന് മുമ്പായിട്ടോ മീൽസിന് മുമ്പായിട്ടോ നമുക്ക് സ്റ്റാർട്ടർ എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു സൂപ്പാണിത്. എല്ലാവരും പരീക്ഷിക്കണം. പരീക്ഷിച്ചാൽ മാത്രം പോരാ, നല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ഇടണം. അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ നിങ്ങൾക്കും പ്രയോജനം കിട്ടും, അതിലേറെ ഞങ്ങൾക്കും പ്രയോജനം കിട്ടും. എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. നന്ദി, ബൈ.